നമസ്കാരം. ഇന്ന് തമ്മിൽ തമ്മിൽ പരിപാടിയിൽ നമ്മളോടൊപ്പം ചേരുന്നത് CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും NFIWയുടെ ദേശീയ നേതാവുമായ സഖാവ് ആനി രാജയാണ്. ആനിക്ക് സ്വാഗതം. നമസ്കാരം. സന്തോഷം ആനി. എനിക്ക് ആനിയോട് ആദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലെല്ലാം ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പുതിയൊരു പ്രതിഭാസം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അത് കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്ന ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. അത് നമുക്കറിയാം അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ് അത് വന്നതെന്നൊക്കെ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അവിടെ ആദ്യമായി എത്തിയ ഒരാളെന്ന നിലയിൽ, അടുത്ത് കണ്ട ഒരാളെന്ന നിലയിൽ എന്താണ് ആ ഒരു പുതിയ മൂവ്മെൻറ്റിനെ കുറിച്ച് ആനിയുടെ പ്രതികരണം എന്താണ്? ഇല്ല, അത്തരം ഒരു മൂവ്മെൻ്റ് ഉണ്ടാകാനുള്ള സാഹചര്യം നമുക്കറിയാമെന്ന് പറഞ്ഞു. ആ സാഹചര്യം എന്ന് പറയുന്നത് തുടർച്ചയായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിൽ എക്സാം പേപ്പർ ലീക്ക് നടക്കുകയാണ്. എന്താണ്, നീറ്റ് പരീക്ഷയുടെ പേപ്പർ ചോർച്ച നടക്കുകയാണ്, ചോദ്യപേപ്പർ ചോർച്ച നടക്കുകയാണ്. ഇത് ഒരു തവണയല്ല, 2 തവണ, പല തവണകളായി നടക്കുകയാണ്. അപ്പം ഇതിൽ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ നമ്മൾ കണ്ടതിൽ 23 ലക്ഷം കുട്ടികൾ, വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയവർ എന്നുള്ളതാണ്. 23 ലക്ഷത്തിൽ ചില്ലറ കുട്ടികൾ. പക്ഷെ ഇതിനെ ബാധിക്കുന്നത് ഈ 23.5 ലക്ഷം കുട്ടികൾ മാത്രമല്ല, ആ ഓരോ കുട്ടി ഇൻറ്റു 4 or 5 ആണ്. അത്ര വലിയൊരു പോപ്പുലേഷനെ ബാധിക്കും. കാരണം ഞാൻ ഇപ്പോൾ തമിഴ്നാട്ടിൽ എൻ്റെ കുടുംബത്തിൽ തന്നെ എനിക്കറിയാം, കുട്ടികളെ വളരെ കഷ്ടപ്പെട്ടാണ്, എവിടുന്നൊക്കെയോ കടം വാങ്ങി, ഉണ്ടായിരുന്ന ഒരു തുണ്ട് ഭൂമി പോലും പണയം വെച്ച് അതിൽ നിന്ന് കാശ് വാങ്ങി, അങ്ങനെയൊക്കെയാണ് പിള്ളേരെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കോച്ചിങ് ക്ലാസ്സുകളിലേക്ക് വിടുന്നത്. അത് ആ കോച്ചിങ് ക്ലാസ്സുകൾ, സെൻ്ററുകൾ തന്നെ ഇപ്പോൾ ഒരു മാഫിയ സെൻ്ററായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിട്ട് ഈ ഒരു കുട്ടിയെങ്കിലും ഈ പരീക്ഷ എഴുതി അതിൻ്റെ ഒരു നല്ല വിദ്യാഭ്യാസം ലഭിച്ച് നല്ലൊരു അത് കഴിയുമ്പോൾ അടുത്ത ജനറേഷനെങ്കിലും ഇതുപോലെ കഷ്ടപ്പെടാതുള്ള ഒരു ജീവിതം ഉണ്ടാകുമെന്നുള്ള ഒരുപാട് മനുഷ്യരുടെ ഒരു പ്രതീക്ഷയാണ് ഈ പേപ്പർ ലീക്കിലൂടെ ചോർന്നു പോയത്. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊന്ന് വരുന്ന ആ സന്ദർഭത്തിൽ നമ്മൾ കാണണം, സുപ്രീം കോടതിയിലെ ജഡ്ജ് എങ്ങനെയാണ്, ചീഫ് ജസ്റ്റിസ് എങ്ങനെയാണ്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ കുറിച്ചുള്ള ഒരു പരാമർശം വരുമ്പോൾ അതിനെ സംബന്ധിച്ച് എങ്ങനെയാണ്, കാക്രോച്ച് എന്ന പദം തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ന്യായാധിപൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പദം തന്നെ വരുമ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന് തോന്നിയ, അദ്ദേഹത്തോട് നമ്മൾ സംസാരിച്ചു, അത് ഞാൻ പിന്നീട് പറയാം. അപ്പം ഇത് എൻ്റെ പ്രതിഷേധം ഞാൻ ഇതിലൂടെ ഈ രീതിയിൽ പ്രകടിപ്പിച്ചു. പക്ഷെ അതിനോടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസ്. ഇത്രയധികം ആളുകൾ ചേരുകയും അതുപോലെ തന്നെ വലിയ വലിയ സെലിബ്രിറ്റീസ്, പാർലമെൻറ്റ് മെമ്പേഴ്സ്, പല രാജ്യത്തുമുള്ള ആളുകൾ, അവരെല്ലാം തന്നെ ഇന്ത്യക്കാരായ ആളുകൾ, അവരെല്ലാം തന്നെ അങ്ങനെയാണ് 2-3 ദിവസത്തിനകം മില്യൺസ് ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വന്നത്. അപ്പോൾ ആ രീതി ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു പേപ്പർ ലീക്കുന്നതിന് അപ്പുറത്തേക്ക് ഇത് ഇത്രയേറെ കോടികളോളം വരുന്ന മനുഷ്യരുടെ ജീവിതത്തിൻ്റെയും അവരുടെ നിലനിൽപ്പിൻ്റെയും കൂടി ഒരു വിഷയമായിട്ടാണ് ഇതിനെ എല്ലാവരും കണ്ടത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഗവൺമെൻറ് തയ്യാറാകാത്തൊരു സാഹചര്യമുണ്ട്. അത് നമ്മൾ കാണുന്നത് വെറുതെ ഒരു പേപ്പർ ലീക്ക് അല്ലെങ്കിൽ മനുഷ്യരുടെ ഈ ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ എന്നതിനപ്പുറത്തേക്ക് ഒരു അക്കൗണ്ടബിലിറ്റി, ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തം, ഇത്തരത്തിൽ ആവർത്തിച്ചൊരാ തെറ്റ് ആവർത്തിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവണം. ഈ സമരം നടക്കുമ്പോൾ ഇവര് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വിദേശ ടൂറിലാണ്. അതെ, വിദേശ ടൂറിലാണ്. അദ്ദേഹം രാജിവെക്കണം എന്നുള്ള ഒരൊറ്റ ആവശ്യമാണ് ഉയർത്തിയത്. അപ്പോൾ ഇതിൽ അവിടെ ഇത്ര വലിയ സംഖ്യയിലായ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ അംഗങ്ങൾ ആയി, അതുപോലെ ഇദ്ദേഹം വരുന്നു ഇതിൽ പ്രതിഷേധിക്കാൻ എന്നുള്ള വിവരം കിട്ടി. അപ്പം പോലീസ് ഒന്നടങ്കം എയർപോർട്ടിലേക്ക് പോയി. അവിടെ തന്നെ അദ്ദേഹം ആവശ്യപ്പെടാതെ, അഭിജിത്ത് ആവശ്യപ്പെടാതെ തന്നെ അവിടുന്ന് ഉടനെ പോലീസുകാർ പെർമിഷൻ കൊടുക്കുന്നു, എയർപോർട്ടിൽ കൊണ്ടുപോയി പെർമിഷൻ കൊടുക്കുന്നു, അഭിജിത്തിനെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് ജന്തർ മന്ദിറിലേക്ക് വരുന്നു. ഇതൊക്കെ ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ പല സംശയങ്ങൾക്കും ഇടവരുത്തിയിട്ടുണ്ടെന്നുള്ളതിൽ ഇടവരുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ഞാനിപ്പോൾ ഒന്ന് സൂചിപ്പിക്കുകയാണ്,
ദേശീയ മഹിളാ ഫെഡറേഷൻ അടക്കമുള്ള ഒരുപാട് മഹിളാ സംഘടനകളും അതുപോലെ തന്നെ വ്യക്തികളും ഒക്കെ തന്നെ അല്ലല്ല ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഈ മഹിളാ സംഘടനകളും അതുപോലുള്ള വ്യക്തികളും ഒക്കെ തന്നെ വനിതാ സംവരണ ബില്ല് അതിനോട് ചേർത്ത് കെട്ടിയിട്ടുള്ള കണ്ടീഷൻസ്, സെൻസസും ഡീലിമിറ്റേഷനും മണ്ഡല പുനർക്രമീകരണവും അതുപോലെ തന്നെ സെൻസസും, ഈ 2 കണ്ടീഷനുകളും അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഇന്ന് നിലവിലുള്ള 543 സീറ്റിൽ നമ്മൾക്ക് സംവരണം 1/3 സംവരണം തരണമെന്ന് ആവശ്യപ്പെട്ടൊരു വലിയൊരു പരിപാടി ഇപ്പൊ അതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർലമെന്റ് സെഷൻ 20 തുടങ്ങുമ്പോൾ അത് വലിയൊരു സെഷൻ തീരുന്നത് വരെ ഡൽഹിയിൽ സമരമാണ്. അതിനു വേണ്ടി ഞങ്ങൾ പെർമിഷന് വേണ്ടി പോകുമ്പോൾ പോലീസ് പറയുന്നത് എന്താണ്, ഒരു കാരണവശാലും പെർമിഷൻ തരാൻ പറ്റില്ല. അഥവാ തരികയാണെങ്കിൽ നിങ്ങൾക്ക് 3 മണിക്കൂർ മാത്രം ഇത് ചെയ്യാൻ, കാരണം അവിടെ ഇവരുണ്ട്, അതുകൊണ്ട് അവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്കാർക്കും പെർമിഷൻ. ഞാൻ പറയുന്ന പോലീസ് ആവശ്യപ്പെടാതെ തന്നെ അവിടെ പോയി, അവിടെ എയർപോർട്ടിൽ പോയി ഒരു കൂട്ടർക്ക് ഇത് പെർമിഷൻ കൊടുക്കുന്നു, അവരെ കൂട്ടിക്കൊണ്ടുവരുന്നു, അവിടെ ഇരുത്തുന്നു. ഇതൊക്കെ തന്നെ ഒരുപാട് സംശയങ്ങൾക്ക് ഇടവരുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾ ചോദിച്ചതുപോലെ ആദ്യ ദിവസം തന്നെ അങ്ങോട്ടേക്ക് ഞങ്ങൾ പാർട്ടി സാക്കളൊക്കെ ഇരുന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഇങ്ങനെ ഒരു സമരം നടക്കാൻ പോകുന്നതൊക്കെ സംസാരിച്ച് ദേശീയ മഹിളാ ഫെഡറേഷന്റെ നേതൃത്വം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു നമ്മളവിടെ ഒന്ന് പോയി നോക്കണം, എന്താണ് ഇവരുടെ പ്രതികരണം, എന്താണ് സംസാരിക്കുന്നത്, ഇതൊക്കെ കാണണം, കേൾക്കണം, നേരിട്ട് അറിയണം എന്നുള്ള. നമ്മുടെ AISFന്റെ സ്റ്റുഡൻസ് വിദ്യാർത്ഥി ഫെഡറേഷനും അവിടെയുണ്ട്. അപ്പോൾ തലേന്ന് രാത്രി മുഴുവൻ ഇരുന്ന് ഒരു പാരഡി ഗാനം ഒക്കെ തയ്യാറാക്കി ഈ ഡിമാൻഡിനെ കുറച്ചുകൂടി ആളുകൾക്ക് സ്വീകാര്യമാക്കുന്ന രീതിയിലുള്ള ഒരു ഗാനമൊക്കെ തയ്യാറാക്കിയാണ് അവർ പോയിട്ടുള്ളത്. അപ്പം നമ്മൾ അവിടെ പോയി അവിടെ നിന്ന് അപ്പം നമ്മുടെ കുട്ടികളിൽ നിന്ന് AISFകാർ നിന്ന് നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മിനിസ്റ്റർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. അതോടൊപ്പം അപ്പം ഇതെല്ലാം വിളിക്കുമ്പോഴും ഇത് വലിയ ആൾക്കൂട്ടമാണെന്ന്, ഒരുപാട് ആൾക്കൂട്ടമുണ്ട്. നമ്മളൊക്കെ അതിൻ്റെ ഇടയിൽ നിൽക്കുകയാണ്. അവരങ്ങനെ മുദ്രാവാക്യം വേറെ ഒരു പ്രതിഷേധവുമില്ല. പക്ഷെ ദ മൊമെന്റ് RSSനെതിരെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ, അതുപോലെ തന്നെ ആസാദി മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഉടനെ കുറെ ചെറുപ്പക്കാരെ ഞങ്ങളുടെ മേലേക്ക് ചാടി വീഴുകയായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ തുടർന്ന് നമ്മളെ കുറെ ആളുകൾ താഴെ വീണു, ഞങ്ങളെ ചവിട്ടി, ഇതൊക്കെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സംഘപരിവാർ സംഘടനകൾ, മറ്റു പല സംഘടനകളും അവിടെ ഉണ്ട് വലിയൊരു സംഖ്യയിൽ എന്ന് നമ്മൾ മനസ്സിലാക്കി. പരിസരത്തുണ്ട്, അവരതിനകത്ത് തന്നെ ഉണ്ട്, വലിയ നമ്പറിലുണ്ട്. അപ്പോൾ അതും ഈ മറ്റ് ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ അവിടെ എയർപോർട്ട് വരെ പോയി അവിടെ പോയി പെർമിഷൻ കൊടുത്തു, അവിടെ എസ്കോർട്ടോടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇവിടെ കൊടുത്തു പെർമിഷൻ കൊടുത്തു, ഡേ ആൻഡ് നൈറ്റ് ഇരിക്കുന്നതിന് പെർമിഷൻ കൊടുത്തു. ഇതൊക്കെ ഇതിനോടൊപ്പമാണ് ഈ സംഭവങ്ങൾ കൂടി നടക്കുന്നത്. പക്ഷേ അതിനുശേഷം അന്ന് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചില ഫോഴ്സുകളുടെ പിന്തുണയോടെയാണ് എന്നുള്ള ഒരു സംശയം വളരെ ശക്തമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും അവിടെ പോയി. ആദ്യത്തെ ദിവസം മാത്രമല്ല, അന്നത്തെ ദിവസം നമ്മളെ ആക്രമിക്കുകയൊക്കെ ചെയ്ത് അത് വേറെ വിഷയം. പിന്നെ വീണ്ടും ഞാൻ അവിടെ പോയി അവിടെ അഭിജിത്തിനോട് സംസാരിച്ചു. അഭിജിത്ത് അപ്പോൾ ഉടനെ ചെയ്തത് അഭിജിത്തിൻ്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്ത് വീഡിയോ കോളിൽ വിളിച്ചിട്ട് നമ്മളോട് സംസാരിക്കും. നമ്മൾ സംസാരിച്ചു. ആ സമയത്ത് ഈ അഭിജിത്ത് ചെറിയൊരു ചെറുപ്പക്കാരൻ, ഒരുപാട് പ്രായമൊന്നുമില്ല. ഈ അമ്മയോട് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ അവൻ നിന്ന് കരയുകയാണ്. അവൻ അത്ര ഇമോഷണലായി, അമ്മയും ഇമോഷണലായി. അപ്പം നമ്മൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു ദിവസം വരണം, ഇവിടെ കാണണം, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നൊക്കെ സംസാരിച്ച്. അപ്പോൾ അഭിജിത്ത് അപ്പോഴും നമ്മൾ പറയും, ഇത് എനിക്ക് പെട്ടെന്നുണ്ടായ എൻ്റെ ഒരു ഒരു ഉൾവിളിയാണിത്. അത് മാത്രമല്ല ഇത്രയധികം ഇത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനാരെങ്കിലും ചോദ്യം ചെയ്യണം, അതുകൊണ്ടാണിത്, അതല്ലാതെ ഇതിൽ മറ്റൊരു അജണ്ടകളുമില്ല എന്ന് ആണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ കണ്ട് CPIയുടെ ലീഡർഷിപ്പ് പോയി, CPMൻ്റെ ഇടത് പാർട്ടികൾ പോയി, ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസിൻ്റെയും ചില ആളുകൾ പോയി, മറ്റു പാർട്ടികൾ ഡെമോക്രാറ്റിക് പാർട്ടീസൊക്കെ അവിടെ പോയി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ സമരം തുടരുകയാണ്.
ഇത് തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ, ഇതിന്റെ പിന്നിലെ അതായത് ഈ വിഷയം ഇതിൽ നടപടിയെടുക്കാത്ത സർക്കാരിന്റെ നിലപാടിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അതിനെയാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ അഭിജിത്തിന്റെ കൂടെ ഈ സമരത്തെ അവർ നേരിടുന്നു അല്ലാതെ അഭിജിത്തിന്റെ കൂടെ RSS ആണോ അല്ലെങ്കിൽ BJP ആണോ ആ ചർച്ചയിലേക്ക് ഇതിനെ വഴിമാറ്റി വിടാതെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ലീക്ക്, പരീക്ഷ പേപ്പറുകൾ എങ്ങനെ ലീക്ക്, ആരാണ് ഈ പരീക്ഷ നടത്തുന്നത്, അവിടെയാണ് നമ്മൾ കാണേണ്ടത്. അവിടെ എന്താണ്, അവിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, ആ ഏജൻസി ആരാണ്? സർക്കാരുമായി ഒരു ബന്ധവുമില്ല, ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. അവരൊരു NGO എന്ന് നമുക്ക് പറയാം. 17 വയസ്സുള്ള പയ്യനാണ് അത് പുറത്തു NGO എന്ന് വേണമെങ്കിൽ നമുക്കറിയാം വിളിക്കാം. അവരിത് തയ്യാറാക്കുന്നു. അപ്പൊ ഇത് വലിയ ഓരോ പേപ്പറിനും ഇത്രയും പൈസ കിട്ടും, രൂപ കിട്ടും എന്നുള്ള ഇത് വന്നു. അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഉന്തുവണ്ടി റിക്ഷയിലാണ്, സൈക്കിൾ റിക്ഷയിലാണ് കൊണ്ടുപോകുന്ന വരെയുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പൊ ഒരു സെക്യൂരിറ്റിയോ ഒന്നും സർക്കാരുമായി ഒരു ബന്ധമില്ല. അതിനവര് കണ്ട പരിഹാരം അത് ആവർത്തിച്ച് അതെ. പിന്നെ അതെന്താണ് അപ്പോൾ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാൻ വേറെ ആരുമില്ല. എടുക്കേണ്ടവന് ഈ NGOക്കെതിരായിട്ടാണ് നടപടി എടുക്കേണ്ടത്. ഇത് സർക്കാരിന്റെ ഉത്തരവാദിത്തമുള്ള ഒരു സംസ്ഥാനങ്ങളുടെ ഈ കൺകറന്റ് ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസത്തിന്റെ സംസ്ഥാന സർക്കാരുകളുടെ അവകാശം, ആ അവകാശത്തെ പറിച്ചെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള പരീക്ഷാ സമ്പ്രദായം ഏർപ്പെടുത്തിയത്. അത് തന്നെ ഈ രീതിയിൽ അട്ടിമറിക്കപ്പെടുകയാണ്. അപ്പോൾ അതിലെ രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ട് അത്രമൊന്നും നടക്കുന്നു, എന്തുകൊണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ മന്ത്രിയെ പുറത്താക്കുന്നില്ല, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ പറഞ്ഞെടുത്ത് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ കേന്ദ്ര ഇടപെടൽ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കേരളത്തിലും അനുഭവിക്കുന്നത് തന്നെയാണ്. എന്തുകൊണ്ട് SSK ഫണ്ട് കൊടുത്തില്ല? പാവപ്പെട്ട കുട്ടികൾക്ക് പിന്നെ നോട്ട് പുസ്തകവും അവർക്ക് ഭക്ഷണവും അവർക്ക് സ്കൂളിലെ കഞ്ഞിയൊക്കെ കൊടുക്കുന്ന, ഇപ്പം നല്ല ഫുഡാണ് കൊടുക്കുന്നത്, അതൊക്കെ SSK ഫണ്ട് ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്ന അത് തടയുക, അവർ പറയുന്ന അജണ്ട നടപ്പിലാക്കുക. ഇത് വലിയ ഗൗരവമായ വിഷയമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോക്രോച്ച് പാർട്ടി ഓഫ് കോഴ്സ് അത് എടുത്തു, ഇതൊരു നീറ്റ് പരീക്ഷയുടെ ചോർച്ചയിൽ നിന്ന് അവരെടുത്തു എന്നുള്ളത് ശരിയായിരിക്കാം. പക്ഷേ ഇതൊരു ദേശീയ പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ട വളരെ ഒരു ഭാവി തലമുറ, ഇനി വരുന്ന ജീവിക്കേണ്ട തലമുറയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ രീതിയിൽ ആ സമരത്തോട് നമ്മൾ ഐക്യപ്പെടണം എന്ന് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും.